തമ്പനയിൽ കണ്ട പോലെ തന്നെ കണക്കിലെ ചില ഉടായ്പകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ചില നുറുങ്ങു വിദ്യകൾ, പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റുന്ന, നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് പകരം ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സൊല്യൂഷനിലേക്ക് പോകാനായിട്ട് പറ്റും. നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുന്നതിനൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് നോക്കാം. സോ നമ്മുടെ ആദ്യത്തെ ഉടായ്പ എന്ന് പറയുന്നത് 100-നടുത്തുള്ള 100-മായിട്ട് ചേർന്ന് നിൽക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 100-നടുത്തുള്ള സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. മക്കളെ, വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ 102 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ക്വയർ നിങ്ങൾ ഈ അവസാനത്തെ രണ്ടക്ക, അതായത് 100-നേക്കാൾ എത്ര കൂടുതലാണ്? 2 കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ 2-ന്റെ ഇരട്ടി എടുക്കുക, 4, എന്നിട്ട് അത് 100-ന്റെ കൂടെ കൂട്ടി എഴുതുക, 104. എന്നിട്ട് ഈ 2-ന്റെ സ്ക്വയർ ഇല്ലേ, 2-ന്റെ സ്ക്വയർ എത്ര? 4. 2 ഡിജിറ്റ് ആക്കി വേണം എഴുതാൻ. അപ്പോൾ 04 എന്ന് എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തത് 104-ന്റെ സ്ക്വയർ എങ്ങനെ ആയിരിക്കും? 100-നേക്കാൾ എത്ര കൂടുതലാ? 4 കൂടുതലാണ്. അപ്പോൾ 4-ന്റെ ഇരട്ടി 8, എത്ര കിട്ടും? 108. പിന്നെ 4 എത്ര കൂടുതലാ? 4. 4-ന്റെ സ്ക്വയർ എത്ര? 16. ഓക്കെ. അപ്പോൾ 112-ന്റെ സ്ക്വയർ എങ്ങനെ എഴുതും? 100-നേക്കാൾ എത്ര കൂടുതലാ? 12. 12-ന്റെ ഇരട്ടി എത്ര? 24. അപ്പോൾ നമ്മൾ ആദ്യം 124 എന്ന് എഴുതും. പിന്നെ 12-അല്ലേ കൂടുതൽ? 12-ന്റെ സ്ക്വയർ എത്ര? 144. ഞാൻ പറഞ്ഞു 2 ഡിജിറ്റ് ആക്കി വേണം എഴുതാൻ. അപ്പോൾ എങ്ങനെ എഴുതും? ഇങ്ങനെ 144 എന്ന് എഴുതണം. അതായത് ഒന്ന് ക്യാരി ഫോർവേഡ് ചെയ്യണം ഇപ്പുറത്തോട്ട്. അപ്പോൾ ഇവിടെ 1, 2, ഈ 4 ഒന്നുകൂടെ കൂട്ടി 5, 4, 4. സോ 125, 4, 4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 97-ന്റെ സ്ക്വയർ എത്ര ആയിരിക്കും? 97 എന്ന് പറയുന്നത് 100-നേക്കാൾ 3 കുറവാണ്. അപ്പോൾ 3-ന്റെ ഇരട്ടി എത്ര? 6. 100-ൽ നിന്ന് അത് കുറയ്ക്കുക. അപ്പം 100 എന്ന് പറയുമ്പോൾ 97 എന്ന് പറയുമ്പോൾ 100-നേക്കാൾ 3 കുറവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ 3-ന്റെ ഇരട്ടി എടുക്കുക, 6. അത് 100-ൽ നിന്ന് കുറയ്ക്കുക. 100-ൽ നിന്ന് 6 കുറച്ചാൽ എത്ര കിട്ടും? 94. ഇനി 3 അല്ലേ നമുക്കവിടെ വ്യത്യാസം വന്നത്? 100-നേക്കാൾ 3 അല്ലേ കുറവ്. അപ്പോൾ 3-ന്റെ സ്ക്വയർ 2 ഡിജിറ്റ് ആക്കി എഴുതുക, 09. അപ്പോൾ 92 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 100-നേക്കാൾ എത്ര കുറവാണ്? 8 കുറവാണ് അല്ലേ? അപ്പോൾ 8-ന്റെ ഇരട്ടി 16. 100-ൽ നിന്ന് 16 കുറച്ചാൽ എത്ര കിട്ടും? 84. 2-ന്റെ സ്ക്വയർ എത്രയാണ്? 2-ന്റെ അല്ല, 8 അല്ലേ കുറവ് വന്നത്? 92 എന്ന് പറയുമ്പോൾ 100-നേക്കാൾ 8 കുറവ്. 8-ന്റെ സ്ക്വയർ എത്ര? 64. കണ്ടോ? അപ്പോൾ 93-ന്റെ എങ്ങനെ ആയിരിക്കും? 100-നേക്കാൾ എത്ര കുറവ്? 7 കുറവ്. 7-ന്റെ ഇരട്ടി എത്ര? 14. 100-ൽ നിന്ന് 14 കുറച്ചാൽ എത്ര കിട്ടും? 86 അല്ലേ? ഇനി 7-ന്റെ സ്ക്വയർ എത്ര? 49. കണ്ടോ? അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ 100-നടുത്തുള്ള സംഖ്യകളുടെ സ്ക്വയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് നമ്മുടെ അടുത്ത ഉടായ്പിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ഉടായ്പ് അല്ലെ അടുത്ത എളുപ്പവഴി എന്ന് പറയുന്നത് ഈ 1 റിപ്പീറ്റ് ചെയ്ത് വരുന്ന സംഖ്യകളുടെ സ്ക്വയർ, അതായത് 11, 111, 1111 അല്ലെ, അങ്ങനെ വരുന്ന സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം? വളരെ എളുപ്പമാണ് മക്കളെ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, 1 എത്ര പ്രാവശ്യം ഉണ്ട്? നമുക്ക് 1 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ 1, 2, 2 വരെ എഴുതുക. 1, 2, 3 ഇല്ലേ, അത് 2 വരെ എഴുതുക. 1, 2, എന്നിട്ട് 2-ൽ നിന്ന് കുറച്ച് എഴുതുക, പിന്നെ തിരിച്ച് റിവേഴ്സിൽ എഴുതുക 1. ഇനി 111-ന്റെ സ്ക്വയർ എത്ര? 1, 2 എത്ര ഉണ്ട്? എത്ര 1 ഉണ്ട്? 1, 2, 3. അപ്പോൾ എന്ത് ചെയ്യുക? 1, 2, 3 1 ഉള്ളത് കൊണ്ട് 1, 2, 3 വരെ നമ്മൾ എഴുതി. ഇനിയും തിരിച്ചെഴുതണം, 3-ൽ നിന്ന് കുറച്ച് എഴുതുക, 2, 1. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1, 1, 1, 1-ന്റെ സ്ക്വയർ എങ്ങനെ ആയിരിക്കും? എത്ര 1 ഉണ്ട്? 1, 2, 3, 4. അപ്പോൾ എന്ത് ചെയ്യണം? 1, 2, 3, 4. ഇനി എന്ത് ചെയ്യുക? തിരിച്ചെഴുതുക, 4-ൽ നിന്ന് കുറച്ച് എഴുതുക, 3, 2, 1. എളുപ്പമല്ലേ? എന്ത് എളുപ്പമാണ് അല്ലേ? ഇനി നോക്കിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിന്റെ സ്ക്വയർ എത്ര ആയിരിക്കും എന്നൊന്ന് കമന്റ് ചെയ്ത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അടുത്ത ഉടായ്പിലേക്ക് പോകാം. അടുത്തത് 100-നടുത്തുള്ള സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ. 100-നോട് ചേർന്ന് നിൽക്കുന്ന സംഖ്യകളെ എങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം? ഇപ്പൊ ഉദാഹരണത്തിന് 103-ഉം 107-ഉം തമ്മിൽ ഗുണിക്കണം. അപ്പൊ 100-നേക്കാൾ 103 എത്ര കൂടുതലാണ്? 3 കൂടുതലാണ്. അത് അപ്പുറത്തെ നമ്പറിന്റെ മുകളിൽ എഴുതുക. 100-നേക്കാൾ 107 എത്ര കൂടുതലാണ്? 7 കൂടുതലാണ്. അത് അടുത്ത നമ്പറിന്റെ മുകളിൽ എഴുതുക. അതായത് ഓപ്പോസിറ്റ് നമ്പറിന്റെ മുകളിൽ ഡിഫറൻസ് എഴുതുക. അപ്പോൾ 103 എന്ന് പറയുമ്പോൾ 100-നേക്കാൾ 3 കൂടുതലാണ്. അത് 103-ന്റെ മുകളിൽ എഴുതരുത്, അപ്പുറത്തെ നമ്പർ, നമ്മുടെ രേഖർ നമ്പറായിട്ടാണല്ലോ ഗുണിക്കുന്നത്, അതിന്റെ മുകളിൽ എഴുതുക. 107 എന്ന് പറയുമ്പോൾ 100-നേക്കാൾ 7 കൂടുതലാണ്. അത് ഇപ്പുറത്തെ നമ്പറിന്റെ മുകളിൽ എഴുതുക. ഓക്കെ. ഇനി ഇത് തമ്മിൽ നിങ്ങൾ കൂട്ടി നോക്കിക്കേ. ഈ 103-ഉം 7-ഉം കൂടെ കൂട്ടിയാലും നിങ്ങൾക്ക് 110 കിട്ടും. 107-ഉം 3-ഉം കൂടെ കൂട്ടിയാലും 110 കിട്ടും അല്ലേ? ഈ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും നിങ്ങൾക്ക് 110 കിട്ടും. ആ 110 അങ്ങോട്ട് എഴുതുക. പിന്നെ ഈ 7-നെ 3 കൊണ്ട് നിങ്ങൾ ഗുണിക്കുക. 7-നെ 3 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 21. അതേപോലെ ഇപ്പോൾ അടുത്ത എത്ര ആയിരിക്കും? 104-ഉം 108-ഉം.
100-നേക്കാൾ 104 എത്ര കൂടുതലാണ്? 4 കൂടുതലാണ്. അപ്പോൾ ഇപ്പുറത്തെ നമ്പറിൻ്റെ മുകളിൽ അത് എഴുതുക. 108 എന്ന് പറയുന്നത് 100-നേക്കാൾ 8 കൂടുതലാണ്. ഇപ്പുറത്തെ നമ്പറിൻ്റെ മുകളിൽ അത് എഴുതുക അല്ലേ. എന്നിട്ട് ഇനി എന്ത് ചെയ്യുക? ഇനി 104-ഉം 8 കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര ആയിരിക്കും കിട്ടുക? 112 ആയിരിക്കും കിട്ടുക അല്ലേ. അതേപോലെ 108 4 കൂടെ കൂട്ടിയാൽ 112. ഇനി എന്ത് ചെയ്യുക? ഇത് തമ്മിൽ ഗുണിക്കുക. 8നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 32 എന്ന് നിങ്ങൾക്ക് കിട്ടും. അടുത്തത് 98-ഉം 97-ഉം. 98 എന്ന് പറയുന്നത് 100-നേക്കാൾ എത്ര കുറവാണ്? 2 കുറവാണ്. അപ്പോൾ അത് ഇപ്പുറത്ത് എഴുതുക. 97 എന്ന് പറയുമ്പോൾ 100-നേക്കാൾ 3 കുറവാണ്. അത് ഇപ്പുറത്ത് എഴുതുക. 100-ൽ താഴെയുള്ള സംഖ്യകളാണെങ്കിൽ നമ്മൾ ഇവിടെ കൂട്ടുകയല്ല ചെയ്യേണ്ടത്, കുറയ്ക്കുക. 98-ൽ നിന്ന് 3 കുറച്ചാൽ 95, 97-ൽ നിന്ന് 2 കുറച്ചാലും 95. സോ 95 അവിടെ എഴുതുക. ഇനി എന്ത് ചെയ്യുക? 3നെ 2 കൊണ്ട് ഗുണിക്കുക. 6 കിട്ടും. പക്ഷേ 2 ഡിജിറ്റ് ആക്കി വേണം എഴുതാൻ. അപ്പോൾ 06 എന്ന് എഴുതുക. അടുത്തത് 94-ഉം 91-ഉം. 94 എന്ന് പറയുമ്പോൾ 100-നേക്കാൾ എത്ര കുറവാണ്? 6 കുറവാണ്. അത് ഇപ്പുറത്ത് എഴുതണം. 91 എന്ന് പറയുമ്പം 100-നേക്കാൾ എത്ര കുറവാണ്? 9 കുറവാണ്. അത് ഇപ്പുറത്ത് എഴുതണം. ഇനി 94-ഉം 94-ഉം 9-ഉം കൂടെ കുറയ്ക്കുക. എത്ര കിട്ടും? 85 എന്ന് കിട്ടും. 91-ൽ നിന്ന് 6 കുറച്ചാലും 85 ആണ്. അതെ, അപ്പോൾ 85 എഴുതുക. ഇനി 9നെ 6 കൊണ്ട് ഗുണിക്കുക. 9 × 6 54 കണ്ടോ. അപ്പോൾ 100-നടുത്തുള്ള സംഖ്യകളെ തമ്മിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിഫറൻസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലൊക്കെ കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വലിയ റേഞ്ചിലേക്കും പോകാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 100-നടുത്തുള്ള നമ്പേഴ്സിനെ നമുക്ക് ഈ രീതിയിൽ വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ചെറിയ 3 ഉഡായിപ്പുകളാണ് നമ്മൾ പഠിച്ചത്. ചെറിയൊരു ക്ലാസ്സാണ് ഇത്, ഒരുപാട് വലുതാക്കി ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഷോർട്ട് കട്ടുകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഉഡായിപ്പുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതേപോലെ ഒരുപാട് എളുപ്പ വഴികളുണ്ട് കണക്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഉഡായിപ്പുകൾ നമുക്ക് വീണ്ടും അങ്ങനെയുള്ള വീഡിയോ, അങ്ങനെയുള്ള ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും ഇതൊരു സീരീസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതിന് മാത്രമുള്ള സാധനമുണ്ട്. അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.